ദാമോദർ പ്രസാദ് ഇന്നിപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതി ഇല്ല, പോലീസിൽ പരാതി നൽകില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ രക്ഷിക്കാനാണോ? സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോകുന്നു എന്നുള്ളത്. മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഇരിക്കുന്നു. പത്തനാപുരത്ത് കൂടുതൽ വോട്ട് കിട്ടും ഈ ആരോപണം കൂടി വന്നതോടുകൂടി എന്നാണ് ഗണേഷ് കുമാറിന്റെ ആത്മവിശ്വാസം. ആശ്വാസകരമാണ് ആർക്ക്? ശ്രീ ബിന്ദു മേനോന്. എന്തുകൊണ്ടെന്നാൽ കെ വി ഗണേഷ് കുമാർ എന്ന കേരളത്തിലെ പൊതുപ്രവർത്തകൻ, MLA, മന്ത്രി, ഒരു മാടമ്പി പാർട്ടിയുടെ നേതാവായ ഒരാളുടെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷത്തെ ഒരു പരമ്പരയുടെ, അതായത് ഇവിടെ എന്താണ് കുടുംബ വഴക്കെന്ന് മാന്യത നൽകി കെറുവിക്കലെന്ന് ഓമനിച്ചുകൊണ്ട് പറയുന്ന ഗാർഹിക പീഡനം, ഗാർഹിക പീഡനത്തെ ഓമനിച്ച് കെറുവിക്കൽ എന്താ കെറുവിക്കൽ എവിടുന്ന് കിട്ടി പ്രയോഗം? ആ കെറുവിക്കൽ അതിനെ ആ രീതി നാട്ടുവൽക്കരിച്ച് തദ്ദേശീയവൽക്കരിച്ച് എന്തോ ഒരു ഓമനത്തോടെ അവതരിപ്പിച്ച ഈ ഗാർഹിക പീഡനത്തെ ആ രീതിയിലാക്കി ആ ഗാർഹിക പീഡനം പ്രതിസന്ധിയിൽപ്പെട്ട സമയത്ത് കേരളത്തിലെ ജനങ്ങളെ പേടിച്ച്, തെരഞ്ഞെടുപ്പിനെ പേടിച്ച്, ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്കാർ നടപടിയെടുത്താൽ സർക്കാരിൻ്റെ മുഖം വികൃതമാവുമെന്ന് പേടിച്ചുകൊണ്ട് ആ സ്ത്രീയെ നിർബന്ധിപ്പിച്ച് ഈ തീരുമാനത്തിൽ വിധേയപ്പെടുത്തിയായിരിക്കും. കാര്യം നമുക്കിന്നലെ അറിയാവുന്ന കാര്യം, ഒരു പാനിക് റിയാക്ഷൻ അതിൻ്റെ അകത്തുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു മാധ്യമത്തോട് ഒരു സ്ത്രീ വന്ന് പറയുന്നത് എന്താണ്? ഒരു കെറുവിക്കലായിരുന്നു അത് കെറുവിക്കലാന്ന് തോന്നുന്ന ആൾ ഗണേഷ് കുമാർ ഏതൊരു ഫ്യൂഡൽ മാടമ്പിയോട് അതേ ഫ്യൂഡൽ മാടമ്പി ആശയമുള്ള ഒരാൾക്ക് അത് കെറുവിക്കലായി തോന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഇത്ര ഒരു നിസ്സഹായ അവസ്ഥ ഒരിക്കലും തോന്നില്ല. മാധ്യമത്തോട് പറയാം എന്ന് പറയുമ്പോൾ, ഒരു മാധ്യമത്തോട് പറയുക എന്ന് പറയുമ്പോൾ നാട്ടിൽ എല്ലാവരോടും വിളിച്ചു പറയുക എന്നുള്ളതാണോ? വിളിച്ചു പറയുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു സ്ത്രീ എത്തണമെങ്കിൽ എത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാകും ശ്രീ ദാമോദർ പ്രസാദ്? 3 ദിവസം മുമ്പേ മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞു എന്നുള്ള സ്ഥിരീകരിക്കേണ്ടത് നമ്മളാരുമല്ല. ഇവിടേക്ക് ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാൻ വന്ന ആളുമല്ല. ഇടതുപക്ഷമല്ല, CPM വേണ്ടി വാദിക്കാൻ വന്ന ആളല്ല. അത് സ്ഥിരീകരിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കാര്യം നമുക്കല്ല സ്ഥിരീകരിക്കേണ്ട കാര്യം. പക്ഷേ എന്തിന് 3 ദിവസം മുമ്പ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാധ്യമത്തോട് എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കണം. അതായത് കെറുവിക്കലല്ല പറഞ്ഞത്, അവിടെ വലിയൊരു പീഡനം, അത് ഡൊമസ്റ്റിക് വയലൻസ്. ഒരു വക്കീൽമാരെ, അഭിഭാഷകരെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒബ്ജക്റ്റ് നോക്കിയാൽ മതി. എന്താണ് ലോൻ്റെ ഒബ്ജക്റ്റ്? അതിൽ എല്ലാവിധ അബ്യൂസും പെടും. എന്താണ് സംഭവിച്ചത്? അവിടെ പൂട്ടിയിടാൻ ശ്രമിച്ചു, ഫോൺ തട്ടിപ്പറച്ചു, ഏതൊക്കെ തരത്തിലുള്ള പീഡനം നടത്തി, ദാമ്പത്യ ചതി എന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അത് ഒരു സദാചാര പ്രശ്നമായിട്ട് നമുക്ക് മൂടിയേക്കാം. പക്ഷേ കേരള സമൂഹം ദാമ്പത്യ ചതി അംഗീകരിക്കുന്ന സംശയമുണ്ട്. ദാമ്പത്യ ചതി, അതായത് സ്വന്തം ജീവിത പങ്കാളി ചതിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ആ ധാർമ്മികത കേരളത്തിലെ സമൂഹം അംഗീകരിക്കും എന്നുള്ള കാര്യം എനിക്കല്ല. ചില അത്തരം ഒരു ചതിയന്മാരുടെ സമൂഹത്തെ അംഗീകരിക്കും. ഒരുപാട് ഇടതുപക്ഷ ആൾക്കാർ, ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ ആ വഴിക്ക് പോയിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ കേരള സമൂഹം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും അത്തരം ചതിയൻ കാണിച്ച ചതിയുടെ ഒരു പ്രവർത്തനമാണ് ഇന്നലെ നമ്മൾ കേട്ട വർത്തമാനം. അത് നമുക്ക് മനസ്സിലാക്കാം. അത് തിരുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നും ശ്രീമതി ബിന്ദു മേനോൻ തിരുത്തിയിട്ടില്ല. പകരം താൻ ക്ഷമിച്ചു എന്നുള്ള സാഹചര്യം എന്താണ്? ക്ഷമിച്ചു എന്ന സാഹചര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെ പറഞ്ഞു, കാല് വീണ് മാപ്പ് പറഞ്ഞു. എന്തുകൊണ്ട് കാല് വീണു? നിർബന്ധ സാഹചര്യം. മാത്രമല്ല, ഭരണാധികാരം കയ്യിലിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ ഫ്യൂഡൽ മാഡം വിളിച്ചു, ഇന്നലെ അദ്ദേഹം നടത്തിയ ടെലിവിഷൻ അഭിമുഖം ശ്രദ്ധിച്ചില്ലേ? ഒട്ടെന്ന് സ്ത്രീ, അത് മാത്രം പോരെ, 112. ഇതിനെ ആരോ പറഞ്ഞു രാജിവെക്കണം, പുറത്താക്കല്ലേ വേണ്ടത്? എന്തിന് രാജിവെക്കണം? പുറത്താക്കണം. 112. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യുന്ന ഗവൺമെൻറ് 112ലേക്ക് വിളിക്കുന്ന ഗാർഹിക പീഡനത്തിൽ 112ലേക്ക് വരുന്ന സ്ത്രീകളെല്ലാം വട്ടാണ് ചിത്രീകരിച്ചൊരു മന്ത്രി, കേരളത്തിലെ പൊതുപ്രവർത്തന MLA ആണ്. പുറത്താക്കല്ലേ വേണ്ടത്? എന്ത് രാജി? രാജി നമ്മൾ ആവശ്യപ്പെടും ധാർമ്മികയുടെ പുറത്ത്, അത് പുറത്താക്കപ്പെടേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് ഇന്നലെ വട്ടെന്ന് പറഞ്ഞത്. ആ വട്ടെന്ന് പറയും മാത്രമാണോ ചെയ്തത്? എന്തെല്ലാം അയാൾ വിശദീകരിച്ചു, എന്തെല്ലാം അയാൾ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തെ മഹാമാരി എഴുത്തുകാരെ അപകീർത്തിപ്പെടുത്തി. ഒരു ചുക്കും വായനയില്ലാത്തൊരു മനുഷ്യന് കേരളത്തെ വലിയ എഴുത്തുകാരെ അപകീർത്തി, ഒരു ചുക്കും വായിച്ചിട്ടില്ല നമുക്ക് വളരെ തരാം. കാര്യം അവരെ പറഞ്ഞ കാര്യം ഇങ്ങനെ ആയിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പോട്ടയിലേക്ക് പോകണമെന്നില്ല. അതിനുശേഷം അപ്പോൾ അങ്ങനെ ആ സ്ത്രീ അവമാനിച്ചു. ആ അവമാനിച്ചതിൻ്റെ സാഹചര്യത്തിൽ എന്താണെന്നാലും വലിയ പ്രതിസന്ധിയിൽ ഇടതുപക്ഷം പെട്ടു. ഈ പ്രതിസന്ധി കാരണമുണ്ട്. ഞാൻ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല. കാര്യം മുഖ്യമന്ത്രിക്ക് പല നിലപാടുകളും സ്ത്രീപക്ഷ നിലപാടുണ്ടെന്ന് വിശ്വസിക്കേണ്ടത് എനിക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയുടെ പല നിലപാടിലും സ്ത്രീപക്ഷ നിലപാട് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പതറി. എന്തുകൊണ്ട് പതറി എന്നുള്ള കാര്യം മുഖ്യമന്ത്രിനെ വിശദീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇടതുപക്ഷനെ വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് പതറി എന്നുള്ള കാര്യം ആ പതർച്ച ഇന്ന് വളരെ വ്യക്തമാണ്. ആ പതർച്ചയ്ക്ക് ശേഷം ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ നിസ്സഹായിക്ക് വളരെ എളുപ്പമല്ലേ? കാര്യം ഇയാളിൽ പവർ ഇരിക്കണം. ആ പവറല്ലേ ഗാർഹിക പീഡനം നമ്മൾ കണ്ടത് പോലീസ് ഉപയോഗിച്ച സ്ഥലത്ത്. പോലീസ് അവിടെ നിന്ന് നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ ഭരണാധികാരം ഉപയോഗിച്ച രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യും? ആ നിസ്സഹായാവസ്ഥ കേരളത്തിലെ എല്ലാ സമൂഹത്തിലെ കേരള സ്ത്രീകൾക്ക് മനസ്സിലാകുന്ന നിസ്സഹായാവസ്ഥ എന്താണെന്ന്, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാകുന്ന നിസ്സഹായാവസ്ഥ എന്താണെന്ന്, അത് കേരളത്തിലെ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും മനസ്സിലാകുന്ന നിസ്സഹായാവസ്ഥ എന്താണെന്ന്, ആ നിസ്സഹായാവസ്ഥ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അത് ഫ്യൂഡൽ മാടമ്പികൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ആ അവസ്ഥയിലാണ് ഈ നിർബന്ധ സാഹചര്യത്തിൽ ആ സ്ത്രീ എത്തിയിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
ഒരുപക്ഷെ മറ്റൊരു സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തോടും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനോടും നമുക്ക് നന്ദി പറയാം. കാരണം ആ സ്ത്രീക്ക് ഒരു താൽക്കാലികമാണ്. കാര്യം ഇത് വലിയ പരമ്പരയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇദ്ദേഹം ജയിക്കുകയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയാണെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. കാര്യം തൽക്കാലം തെരഞ്ഞെടുപ്പിനെ ഭയപ്പെട്ടുകൊണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് യു ഡി എഫിന് നേട്ടമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഏത് നിലയ്ക്ക് നോക്കി യു ഡി എഫിന് അനുകൂലമാണ്. കാരണം തീർച്ചയായിട്ടും യു ഡി എഫിന് പറയാൻ പറ്റുന്ന കാര്യം, ധാർമ്മിക രാഷ്ട്രീയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം യു ഡി എഫ് പിടിച്ചു വെക്കും. ഒരു കാര്യം യു ഡി എഫിന് പറയാൻ പറ്റും, കാരണം നടപടി എടുക്കാത്തതിൻ്റെ പേരിൽ ഇവർക്ക് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നടപടി എടുത്തിരുന്നെങ്കിലോ അപ്പോൾ യു ഡി എഫിൻ്റെ വാദം വിജയിച്ചു. ആ നിലയ്ക്ക് യു ഡി എഫിന് എങ്ങനെ നോക്കിയാലും താൽക്കാലികമായിട്ട് ഇതിൻ്റെ അകത്ത് വിജയമാണ്. പക്ഷേ യു ഡി എഫിൻ്റെ വിജയമല്ല അവിടെ പ്രശ്നം. കേരള സമൂഹത്തിലെ ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ അതിനെ സാധൂകരിക്കുകയാണ് ചെയ്തത്. ആ സാധൂകരിക്കുന്ന ഒരു പൊതുപ്രവർത്തനം അദ്ദേഹം ഇത് പക്വതയുടെ പ്രശ്നമാണോ മിസ്റ്റർ അഡ്വക്കേറ്റ് പ്രജി? ഒരു സ്ത്രീക്ക് പക്വത ഇല്ല എന്ന് പറയുന്നതിന് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഒരു സ്ത്രീ നിസ്സായാവസ്ഥയിലാണെന്ന് പറയുന്നത് അത് ഭാര്യമർദ്ദർ പക്വതയുടെ പ്രശ്നമില്ല. അതൊക്കെ കോടതിയിൽ ഈ ഫാമിലി കോർട്ടിലൊക്കെ വേണ്ടി സ്ത്രീകളെ ദുർബലപ്പെടുത്താൻ വേണ്ടി വാദിക്കാം. ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രസക്തമല്ല അത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്വത കാണിക്കേണ്ട ആൾ ഈ നമ്മുടെ മന്ത്രി പക്വത കാണിച്ചില്ല. പക്വത എല്ലാവരും കാണിക്കാതെ, പക്വതയുടെ പ്രശ്നമല്ല അവിടെ. അയാൾ പ്രവർത്തിച്ച നിയമവിരുദ്ധമായിട്ടാണ്. നിയമവിരുദ്ധമായിട്ട് 112 അവമാനിച്ചു. ആ ഉത്തരവാദിത്തം ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എവിടെ ഏത് സ്ഥാനത്തിരുന്നുകൊണ്ട് ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത ഈ മനുഷ്യനാണ് വന്ന് പരസ്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം തരത്തിൽ നിയമലംഘനം നടന്നു. ഈ നിയമലംഘനം നടന്നിട്ട് ഇതിനൊന്നും കണ്ടില്ല നടന്നു, എന്തോ ക്ഷമ യാചിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ സാധൂകരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം. ധാർമ്മികത പ്രശ്നം മാത്രമല്ല, ഒരു നിയമത്തെ ലംഘിക്കാൻ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്ന എല്ലാ പുരുഷന്മാർക്കും ഇത് സാധൂകരണം നൽകി. ഇത് കേരളത്തെ സംബന്ധിച്ച് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കാൻ. ഡൊമസ്റ്റിക് വയലൻസ് പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഡൊമസ്റ്റിക് വയലൻസും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസ് സ്വഭാവം എന്ന് പറയുന്നത് അത് വീട്ടിനകത്ത് ഒതുക്കപ്പെടുന്നു. ഈ രീതി ക്ഷമയാചിച്ചും മറ്റും നമുക്കറിയാം. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പലതരത്തിലുള്ള പ്രശ്നം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. അത് പുറത്തേക്ക് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന് ഈ സ്ത്രീകളെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നത്, അതിൽ വെർബൽ അബ്യൂസ് നടക്കുന്നുണ്ട്. അത്തരം ഡൊമസ്റ്റിക് വയലൻസിന് ഒരു പരസ്യമായിട്ട് സാധൂകരണം ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് ഗവൺമെൻറ് നൽകി. ഇതിൻ്റെ അകത്ത് നടപടി എടുക്കേണ്ട ആവശ്യമാണ്. ഇതിപ്പോൾ നിയമത്തിൻ്റെ വശം നോക്കിയാലും ഇന്നലെ ആ പരാതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ നടത്തിയ ഒരു അവർ ഇന്നലെ ശ്രീമതി ബിന്ദുമേനോൻ ഉപയോഗിച്ച വാക്ക് അസോൾട്ട് എന്നാണ്. അസോൾട്ട് നിയമപരമായിട്ട് ക്രിമിനൽ കുറ്റമാണ് അസോൾട്ട് എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് ഇവർ അപ്പോഴും കോംപ്രമൈസിന് വേണ്ടി സമയം കൊടുക്കുക ചെയ്തത്. അസോൾട്ട് എന്ന വാക്ക് ആ സ്ത്രീ അപ്പം തന്നെ പ്രിലിമിനറി എൻക്വയറി നടത്തണ്ടല്ലേ. അതായത് നിയമപരമായിട്ട് പ്രിലിമിനറി എൻക്വയറി നടത്താനുള്ള അവകാശമുണ്ട് സർക്കാരിന്, എന്തുകൊണ്ട് നടത്തിയില്ല? അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനും ഇനി ഏതൊക്കെ തരത്തിലെ ഭീഷണി പോയി നമ്മൾ ഒരിക്കലും അറിയാൻ പോകില്ല. സ്മൃതി, നമ്മൾ മാധ്യമങ്ങൾക്കോ നമുക്കൊന്നും ഏതൊക്കെ തരത്തിൽ ഭീഷണി വന്നു എന്നറിയില്ല. കാര്യം ഒരു സീക്വൻസിൻ്റെ അകത്തുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പീഡകർക്കും ഈ ഗാർഹിക പീഡകർക്കും വലിയൊരു സൗകര്യം ഒരുക്കിക്കൊണ്ട് നിയമലംഘനത്തിനെ പരസ്യമായി സാധൂകരിച്ചുകൊണ്ട് കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. ഇത് ഒരിക്കലും ഈ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പ്രതീക്ഷിച്ചില്ല. കാര്യം സ്ത്രീപക്ഷ നിലപാട് പലപ്പോഴും പ്രകടിപ്പിച്ച ആൾ എന്തുകൊണ്ട് ഇതിൽ വീഴുന്നു എന്നുള്ളത് അതാണ്. മുന്നണി അനുസരിച്ചാണോ ഇരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. Debate with Smriti Parathikkad.